കളിക്കളത്തിൽ ഇന്ത്യൻ കരുത്ത്. വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 299 റൺസ് വിജയലക്ഷ്യം. ഷഫാലി വർമ്മയ്ക്കും ദീപ്തി ശർമ്മയ്ക്കും അർദ്ധ സെഞ്ചുറി. ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം T20യിൽ ഇന്ത്യക്ക് ജയം. ഓസീസിന്റെ 186 റൺസ് ഇന്ത്യ മറികടന്നത് 5 വിക്കറ്റ് നഷ്ടത്തിൽ. തൽക്കാലം തലയൂരി. PM ശ്രീയിൽ വീഴ്ച സംബന്ധിച്ച CPM പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് മന്ത്രിസഭയിലും LDFിലും ചർച്ച നടന്നില്ലെന്ന് MV ഗോവിന്ദൻ. ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം LDFിൽ ചർച്ചയെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചെങ്കിലും SSK ഫണ്ട് കിട്ടാനാണ് സാധ്യതയെന്ന് മന്ത്രി V ശിവൻകുട്ടി. വോട്ട് പിടിക്കാൻ ടൈമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കി മുന്നണികൾ. ആദ്യ പട്ടിക പുറത്തിറക്കി കോൺഗ്രസ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥി. കവടിയാറിൽ മത്സരിക്കും. നാളെ മുതൽ വാഹന പ്രചാരണ ജാഥ. സംഘടനാപരമായ തയ്യാറെടുപ്പ് പൂർത്തിയാക്കി ഇടതുപക്ഷം. സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചതായി TP രാമകൃഷ്ണൻ. NDAയിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. പറഞ്ഞത് പണിയാകും. മലപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അധിക്ഷേപ പ്രസംഗത്തിൽ PMA സലാമിനെതിരെ പോലീസിൽ പരാതി. പരാതി നൽകിയത് CPM പ്രവർത്തകനായ വാഴക്കാട് സ്വദേശി മുഹമ്മദ് ജിഫ്രി തങ്ങൾ. PMA സലാമിന്റെ വിവാദ പ്രസംഗം തള്ളി മുസ്ലിം ലീഗ്. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡാണ് ലീഗ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ.